നെടുമ്പർമ സിൻഡിക്കേറ്റിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മാനേജിംഗ് ഡയറക്ടർ രാജു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഞാൻ താൽക്കാലിക ആവശ്യത്തിന് 2 കോടി രൂപ ഒന്ന് വാങ്ങിയതാണ്. ഇറക്കി കഴിഞ്ഞ് 2 ആഴ്ച ചെയ്യപ്പെട്ടു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു എംപിക്ക് ഒരു ചെലവഴിക്കാവുന്നതിനെ നമുക്കറിയാം. അത് തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ചട്ട ലംഘനമാണ്. ആ ലംഘനമാണ് ഇവിടെ പരസ്യമായി നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പണമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാധീനിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് സ്വീകരിക്കുക. അപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള തരത്തിലേക്കാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ വളരെ തൃപ്തികരമായി അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള തരത്തിലേക്കാണ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അപ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ സമീപത്ത് ചെന്ന് ഏലസ് കെട്ടത്തക്ക തരത്തിലേക്ക് അതിനുള്ള വഴികാട്ടിയായി മുൻകൊടുത്തിട്ടുള്ള UDF-ന്റെ കൺവീനർ അരുൺ പ്രകാശ്, അതോടൊപ്പം തന്നെ നമ്മുടെ പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റോ ആന്റണി അതിനെ പ്രധാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള വൃത്തികളെ കണ്ടെത്തുന്നതിന് ആണ് CPM നമ്മുടെ നിലപാടുകളാണ്. അപ്പോൾ ഈ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം നടത്തി 2 കോടിയിലധികം രൂപ കൈപ്പറ്റിയ ആന്റോ ആന്റണി ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ സ്ഥാനം രാജിവെക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ഈ സമയത്തിൽ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ദീർഘമായ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇതിന്റെ ഏരിയ കമ്മിറ്റി അംഗമായി